കാഴ്ച നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടമാണ്? അത് പട്ടിയുണ്ട് ഫ്രണ്ടില്. അതെ, ബിവെയർ ഓഫ് ഡോഗ്സ്. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ബ്രാഡ്ഗേറ്റ് പാർക്കിലാണ്. ഇതിനെ ഡിയർ പാർക്കും എന്ന് പറയപ്പെടും. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ ബ്രാഡ്ഗേറ്റ് പാർക്കിൻ്റെ കാർ പാർക്കിൽ കാർ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കാറിന് അവിടെ വരെ ആക്സസ് ഉള്ളൂ. മുമ്പോട്ട് നമ്മൾ നടന്ന് തന്നെ വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഏകദേശം ഒരു 830 ഏക്കർ സ്ഥലത്താണ് ഈ ബ്രാഡ്ഗേറ്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അവരുടെ പുറകെ പോവുകയാണ്. പിന്നെ നല്ല വെതറായിരുന്നു, അതുകൊണ്ട് തന്നെ ഒട്ടും തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. സാധാരണ ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് കുറച്ചും കൂടി തണുപ്പ് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഈ തവണ നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല വെതർ ആയതുകൊണ്ട് തന്നെ ഇന്ന് ബ്രാഡ്ഗേറ്റ് പാർക്ക് ഫുള്ള് ആൾക്കാരായിരുന്നു. കാരണം ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റിയ ദിവസമായിരുന്നു. അതുമാത്രമല്ല വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് എല്ലാവരും വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീക്കെൻഡിലാണല്ലോ എല്ലാവർക്കും പറ്റുന്നത്. പിന്നെ വെതറും നോക്കുമല്ലോ. പിന്നെ ഈ ഒരാഴ്ചയായിട്ട് UK അത്യാവശ്യം നല്ല വെതറാണ്, മഴയൊന്നുമില്ല. അതുമാത്രമല്ല അത്യാവശ്യം വെയിലുമുണ്ട്. അപ്പം എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സമയമാണ്. എല്ലാവരും അതുകൊണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങളും ആ കൂടെ കൂടി. ഇവിടെ പിന്നെ ഒരുപാട് താറാവ്, അതുപോലെ തന്നെ സ്വാൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ കാലമായിട്ട് ഇതൊക്കെ കാണാതിരുന്ന് കണ്ടപ്പോഴത്തേക്കും പിള്ളേർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നാട്ടിലിതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകവും തോന്നത്തില്ലായിരുന്നു. ഇപ്പം ഇവിടെയൊക്കെ വന്ന് ഇത്രയും കാലം പുറത്തൊക്കെ ഇറങ്ങാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ അടച്ചിരുന്നിട്ട് പുറത്തേക്ക് വരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. പിള്ളേരൊക്കെയാണ് ഭയങ്കര തുള്ളിച്ചാടിയാണ് നടക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴാണെങ്കിലും ഭയങ്കര ഒരു ഫ്രഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല വെതർ, അതുപോലെ തന്നെ നല്ല തെളിനീര് പോലുള്ള വെള്ളമൊക്കെ കണ്ട താറാവ്, സ്വാൻ എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മാനൊക്കെ കാണാൻ പറ്റും. കുറേ മാനൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാർക്കിനെ ഡിയർ പാർക്കെന്നും കൂടെ പറയുന്നുണ്ട്. കാരണം ഒരുപാട് മാൻ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഇയർ ഞങ്ങൾ വന്നപ്പോൾ പക്ഷേ മാനൊന്നും കണ്ടില്ല. വരുന്നുണ്ട്, വാ. Oh, it's so easy. Come. വീടാനുണ്ട് എന്നതാ ഉള്ള ഇവിടെ. പതുക്കെ വാ. ഇങ്ങോട്ട് ചാട്, ഇങ്ങോട്ട് കാല് വെക്ക്.
ഐസ്ക്രീമും പിടിച്ച് നിൽക്കും. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് നോയാൽ ബെസ്റ്റ്. കേക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ മലയിറങ്ങി വീണ്ടും തിരിച്ചു നടക്കുന്ന വഴിക്കാണ് ഒരുപാട് മാനുകൾ അപ്പുറത്ത് നിന്ന് മേയുന്നത് കണ്ടത്. ആക്ച്വലി ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് മാനാണോന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന പോലെയാണ് അത് നിൽക്കുന്നത്. ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ നേരത്തെ അങ്ങ് അപ്പുറത്തുണ്ടായിരുന്ന അരയന്നങ്ങൾ ഇപ്പം നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ സൈഡിലെത്തി. അവർ കുളിക്കുന്ന സമയമാണ്. ഏതായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ്, അപ്പൊ കുന്നും മലയൊക്കെ കയറി ഞങ്ങൾ ഏകദേശം ഇതിന്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് തിരിച്ചു നടക്കാനുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ ബൈ.